പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇറാനുള്ള തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിടാൻ സെർബിയയും സ്വീഡനും നിർദ്ദേശിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇറാനിലേക്കുള്ള യാത്രക്കാർ ഒഴിവാക്കണമെന്നും നിലവിൽ അവിടെയുള്ളവർ എത്രയും വേഗം മടങ്ങണമെന്നാണ് സെർബിയൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വീഡിഷ് വിദേശകാര്യമന്ത്രി മരിയ മാൽമർ സെനറ്റ് ഗാർഡ് പൗരന്മാരോട് സമാനമായ അഭ്യർത്ഥന നടത്തി. വാണിജ്യ വിമാന സർവീസുകൾ ലഭ്യമായിരിക്കെ തന്നെ മടങ്ങുന്നതാണ് ഉചിതമെന്ന് സ്വീഡൻ പൗരന്മാരെ ഓർമ്മിപ്പിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിച്ചേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. ഇതിനോടകം തന്നെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ നാവികസേന വലിയ സന്നാഹങ്ങളുമായാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. മേഖലയിൽ സൈനിക നീക്കത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുകൾ വന്നതോടെയാണ് വിവിധ രാജ്യങ്ങളിൽ തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷതയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഇറാന് താൻ 10 ദിവസം നൽകുന്നുവെന്നും അതിനകം അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആക്രമിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. വൻതോതിലാണ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും സന്നാഹങ്ങളും ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഇതിനകം എത്തിച്ചിരിക്കുന്നതും. സൈനിക സന്നാഹം ശക്തമായതിനാൽ ചർച്ചകളുടെ കരാറിലെത്തുമെന്ന് കരുതാൻ വയ്യെന്നും യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നുമെന്നാണ് ഇസ്രായേലിന്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും വിലയിരുത്തൽ. ഇറാഖ് അധിനിവേശത്തിന് ശേഷം അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക സന്നാഹമാണെന്നാണ് കാരണം. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലും ഒപ്പം ചേരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ശനിയാഴ്ചയോടെ ഇറാനെ ആക്രമിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടതെങ്കിലും ട്രംപിന്റെ അന്തിമ അനുമതി ലഭിക്കാത്തതിനാൽ അക്രമം നീണ്ടുപോകുമെന്നായിരുന്നു അമേരിക്കൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക ഇറാനുമായി ഒരു കരാറിലെത്തുമോ അത് സൈനിക നടപടി സ്വീകരിക്കുമോ എന്നത് അടുത്ത 10 ദിവസത്തിനുള്ളിൽ ലോകം അറിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന യോഗത്തിലാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ട്രംപ് നമ്മളൊരു അർത്ഥവത്തായ കരാർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും പറഞ്ഞു. ഇറാനുമായി വിവേകപൂർണമായ ഒരു കരാർ ഉണ്ടാക്കണമെന്നത് അത്ര എളുപ്പമല്ല എന്ന് വർഷങ്ങൾ കൊണ്ട് തെളിയിച്ചതെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാന്റെ ആണവ പദ്ധതി ഉപേക്ഷിക്കുക ലക്ഷ്യമിട്ടിട്ടുള്ള 2ാം ഘട്ട ചർച്ച ചൊവ്വാഴ്ച ജനീവയിൽ പൂർത്തിയായി. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നാണ് ഇരുപക്ഷവും പറയുന്നത്. അന്തിമ കരാറിനുള്ള രൂപരേഖ ഉണ്ടാക്കി 3ാം ഘട്ട ചർച്ചയിലേക്ക് പോകാനാണ് ഇരു കക്ഷികളും തീരുമാനിച്ചിരിക്കുന്നത്. കരാറിലെത്താനായില്ലെങ്കിൽ ഇറാനെതിരെയുള്ള നടപടികൾ US സജീവമായി ആലോചിച്ചു വരികയാണെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. മധ്യേഷ്യയിൽ 22 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങളാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇറാന് നേരെ ആക്രമണം നടത്താൻ ട്രംപ് തീരുമാനിക്കുകയാണെങ്കിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള നടപടികൾ വരെ പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്ന് US വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ നേതാക്കളെ ഇല്ലാതെയാക്കാനുള്ള പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. മാസങ്ങൾ മുമ്പ് ഇറാനിൽ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള മണിക്കൂറുകൾ നീണ്ട ബോംബ് ആക്രമണങ്ങളും അപേക്ഷിച്ച് പലതും വളരെ വലിയ തോതിലായിരിക്കുമെന്നും CNN പറയുന്നു. ഈ ആഴ്ച അവസാനത്തോടെ US ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇറാനുമായി നയതന്ത്ര ചർച്ചയിൽപ്പെട്ട പ്രാദേശിക നയതന്ത്രജ്ഞർ പറയുന്നത് ആക്രമണം അത്ര പെട്ടെന്ന് ഉണ്ടാകില്ല എന്നാണ്. ഇതുവരെ ട്രംപ് ഏതെങ്കിലും പ്രത്യേക സൈനിക നടപടിക്ക് ഉത്തരവിട്ടിട്ടില്ലെന്നാണ് സൂചനയുള്ളത്. വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അദ്ദേഹം നയതന്ത്ര പരിഹാരത്തിനാണ് ഇപ്പോഴും മുൻഗണന നൽകുന്നുവെന്നാണ്. എന്നാൽ പ്രസിഡന്റിന്റെ എല്ലാ ആവശ്യകതകളും നിറവേറ്റുന്ന ഒരു ഉടമ്പടിയിലേക്ക് എത്താനുള്ള സാധ്യത കുറഞ്ഞു വരുന്നതായി പലരും ഇപ്പോൾ പറയുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് പോലുള്ള ആവശ്യങ്ങളോട് ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാകും ശ്രദ്ധേയം. സംഘർഷങ്ങൾക്കിടയിലും വൈകാതെ ആണവ കരാറിൽ എത്താനാകുമെന്ന് US-മായി പരോക്ഷ ചർച്ച നടത്തുമെന്ന് ഇറാൻ സംഘം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അതേസമയം നിലവിലെ പ്രതിസന്ധികൾക്കുടൻ പരിഹാരമുണ്ടാകുമെന്ന് ശുഭപ്രതീക്ഷയിലാണ് ഇറാൻ. അമേരിക്കയുമായി ഒരാഴ്ചക്കുള്ളിൽ ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി. ഇതിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ തയ്യാറാക്കി വരികയാണെന്നും ചർച്ചയിലൂടെ സമാധാനപരമായ ഒരു പരിഹാരമാണ് രാജ്യം ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ പുറത്തുവരുന്ന ഈ വാർത്തകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.